കെ വി രാഹുൽ നമുക്കിപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. രാഹുൽ, കുറച്ചു നേരമായി ഒരു 1.5 മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. ഒരു 1.5 മണിക്കൂറില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു അരമണിക്കൂറിലധികമായി മഴ പെയ്യുന്നില്ല എന്നതാണ്. അതിന് മുൻപ് ചെറിയ രീതിയിലൊക്കെ മഴ പെയ്തിരുന്നു എന്നതാണ്. ഏതായാലും ഇവിടെ ഇപ്പോൾ നേരത്തെ പുഴയിലേക്ക് ഇറങ്ങിയ NDRFന്റെയും നാവികസേനയുടെയും ആ 3 ബോട്ടുകൾ തിരികെ കരക്ക് കയറി എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നത്. അവർ പുഴയുടെ ഒഴുക്ക് ശക്തി തീവ്രത ഒന്ന് പരിശോധിച്ചതാണ്. അതായത് താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വന്ന് ഒഴുക്കിന് കുറുകെ സഞ്ചരിച്ചു വന്ന് ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത ആ സ്ഥലത്ത് വന്നു. അവിടെ ഭാരമുള്ള ഒരു സാധനം താഴേക്കിട്ട് അതിനുശേഷം താഴ്ചയിലേക്ക് തന്നെ, താഴ്ന്ന പ്രദേശത്തേക്ക് തന്നെ തിരികെ പോയി. അങ്ങനെ ഒഴുക്കിന്റെ ശക്തി പരിശോധിച്ചതാണ്. അങ്ങനെ ഒരു 2 തവണ ഇതേ പ്രവൃത്തി അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു എന്നതാണ്. അതിനുശേഷം ഏതായാലും NDRF നാവികസേനാംഗങ്ങൾ തിരികെ കരക്ക് കയറിയിട്ടുണ്ട്. ബോട്ട് കരക്കടുപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഒഴുക്ക് അതിശക്തിയായി തന്നെ തുടരുന്നു എന്നതാണ് സ്ഥിതി. അവരേതായാലും കരയിലേക്ക് പോയി അവിടെ കൂടിയാലോചനകൾ നടത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കരസേനയുമായും നാവികസേനയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരുമായും NDRFിലെ മറ്റു സേനാംഗങ്ങളുമായും ഒക്കെ കൂടുതൽ കൂടിയാലോചനകൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെ എന്ന കാര്യത്തിലാണ്. ഏതായാലും മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഇപ്പോഴും തുടരുക തന്നെയാണ്. അതായത് ആ പുഴയിൽ മണ്ണ് വന്ന് അടിഞ്ഞത് കൊണ്ട്, കല്ല് വന്ന് നിൽക്കുന്നത് കൊണ്ട് പുഴയുടെ ഒഴുക്ക് അത് ശരിയായ രീതിയിലല്ല, അത് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ അങ്ങനെ മണ്ണ് നീക്കുന്നത്. രണ്ടാമതൊരു കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൂടി സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നില്ല. ബാക്കി ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്. അവ പുഴത്തിട്ടയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുക തന്നെയാണ്. ദേശീയപാത പൂർണ്ണമായും തന്നെ ക്ലിയർ ചെയ്തതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, തന്നെ ഈ ദേശീയപാത അവർ ക്ലിയർ ചെയ്തതുകൊണ്ട് തന്നെ ഇത്രയും ദിവസമായി ഈ ഷിരൂരിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ അപ്പുറം ബാരിക്കേഡ് സ്ഥാപിച്ചാണ് രക്ഷാദൗത്യം നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ഗതാഗതം നിരോധിച്ചിരുന്നത്. അവിടെ വരിവരിയായി 100-ലധികം ട്രക്കുകൾ ഉണ്ടായിരുന്നു. ചരക്കുമായി കേരളത്തിലേക്കൊക്കെ പോകാനിരുന്ന ട്രക്കുകളാണ്, ലോറികളാണ്. അവയെല്ലാം തന്നെ ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി കടത്തിവിട്ടു എന്നതാണ്. അതായത് ദേശീയപാത ടോട്ടലി ക്ലിയർഡാണ്. രക്ഷാദൗത്യം പൂർത്തിയാകുന്നതോടുകൂടി, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാകുന്നതോടുകൂടി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതുകൂടിയാണ്. എന്തായാലും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് രക്ഷാദൗത്യത്തിലേക്ക്, തിരച്ചിലേക്ക്, പരിശോധനയിലേക്ക് തന്നെയാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നത് പുഴയുടെ ഒഴുക്ക് നോക്കിയതിനു ശേഷം നാവികസേനയുടെയും NDRFന്റെയും സേനാംഗങ്ങൾ തിരികെ കരയിലേക്ക് പോയി എന്നത് തന്നെയാണ്. കൂടുതൽ വാഹനങ്ങൾ സ്ഥലത്തേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെയുള്ള ഇതിന് ഏകോപനം നൽകുന്ന ജില്ലാ ഭരണകൂട പ്രതിനിധികളാണെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ ഈ സംഭവ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ദൗത്യ സ്ഥലത്ത് നിന്ന് വളരെ മാറിയാണുള്ളത്. അതായത് രാവിലെ 8:45 വരെ നമ്മൾ ഗംഗാവലി പുഴയുടെ തീരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോലീസ് വന്ന് മാറണമെന്ന് നിർദ്ദേശിച്ചു. ഇന്നലെ തന്നെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞതാണ് ആ മേഖലയിലേക്ക് പ്രവേശനം മാധ്യമങ്ങൾക്ക് ഉണ്ടാകില്ല എന്നത്. ഡ്രോൺ ക്യാമറ, ഹെലിക്യാം ഉപയോഗിച്ച് വിഷ്വൽസ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് നേരത്തെ തന്നെ വിലക്കിയിരുന്നു. ആ മേഖലയിലേക്ക് ഡ്രോൺ അയക്കരുത് എന്നാണ് അവർ പറഞ്ഞതും. അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് നമ്മൾ ഏതായാലും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും വാർത്തകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതും. ആ 8:45 നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് മാറ്റി അതിനുശേഷം നമ്മൾ വാഹനത്തിൽ വന്ന് പിന്നെ ഒരു മലയുടെ പ്രദേശമാണ്, വാഹനം താഴെ നിർത്തി നടന്നു കയറി. അങ്ങനെ ഒരു 4 കിലോമീറ്ററോളം നടന്ന് മറുഭാഗത്ത് നിന്നാണ് ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളക്കര കാത്തിരിക്കുന്ന വാർത്തയാണ്. അങ്ങനെയുള്ളൊരു ദൗത്യമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി എത്തിക്കുക, വാർത്തകൾ ശേഖരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റുക എന്നതുകൊണ്ട് തന്നെ വലിയൊരു മലയുടെ മുകളിൽ വന്നുകൊണ്ടാണ് ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. ഈ മേഖല ഏതായാലും സുരക്ഷിതമാണ്. മഴ പെയ്യുന്നു, കാറ്റടിക്കുന്നു എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ല. എന്തായാലും ദൗത്യം വളരെ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് പുഴയിൽ നിന്ന് തിരികെ പോയ നാവികസേന NDRF സംഘങ്ങളാണെന്ന് തോന്നുന്നത്. അവർ അവിടെ
കരയിലുള്ള ബാക്കി ഉദ്യോഗസ്ഥരുമായി കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രോൺ ഉടൻ തന്നെ, അതായത് നേരത്തെ കെ മധു സംസാരിക്കുന്നത് ഒരു 12:10 കൂടിയാണ്, അരമണിക്കൂർ സമയമാണ് അപ്പോൾ പറഞ്ഞത്. അതായത് 12:45 കൂടി ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിക്കും. അതിലൂടെ നമുക്ക് ആ ട്രക്കിന്റെ, ആ ലോറിയുടെ എക്സാക്ട് പൊസിഷൻ, എക്സാക്ട് ലൊക്കേഷൻ, അത് ഏത് രീതിയിലാണ് കിടക്കുന്നത്, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. വളരെ നിർണായകമായ ഒരു സ്റ്റേജിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസവുമാണ്.